ഇനി ഈ സ്വർണം എവിടെയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ ബാഹ്യ ഇടപെടലുകൾക്കും ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ആരൊക്കെയാണ് കുറ്റക്കാരെങ്കിലും അവരെയൊക്കെ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു ഇടതുപക്ഷ സർക്കാരിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പ്രതിപക്ഷ കക്ഷികളിലെ ആളുകളും കൂടി ഈ കേസിന്റെ ഭാഗമായിട്ട് തീരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ക്ഷേത്ര വസ്തുക്കൾ ഒരു കാരണവശാലും തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറയുന്നുണ്ട്. ഇത് തന്ത്രിക്കും കൃത്യമായ ധാരണയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരു തട്ടിപ്പും വെട്ടിപ്പും ശബരിമലയിൽ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടി CPM-കാർക്ക് പറയാനും സാധിക്കുന്ന ഒരു പേരാണെന്ന് ഈ അഡ്വക്കേറ്റ് കെ അനന്തഗോപന്റെ. ഒരാരോപണമെങ്കിലും അഡ്വക്കേറ്റ് കെ അനന്തഗോപനെതിരെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചോ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തെങ്കിലും ഒരു ചെറിയ കച്ചിത്തുരുമ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തില്ലായിരുന്നു? നമസ്കാരം. അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ 2021 മുതൽ 23 വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലൊന്നും ഇതുവരെ ഒരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല. ശരിക്കും അദ്ദേഹം ഒരു നീതിമാനാണോ? ശബരിമല സ്വർണ്ണമോഷണ കേസ് ഓരോ ദിവസവും കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ ബാഹ്യ ഇടപെടലുകൾക്കും ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. അതിനകത്ത് ഇനി ആര്, അതായത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ആരോപണവുമായി രംഗത്ത് വന്നാലും ആരും അത് ഗവനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വർണ്ണപ്പാളി മോഷ്ടിച്ച കള്ളന്മാരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതായത് SIT കണ്ടെത്തി കഴിഞ്ഞു. അത് കോടതിയെ അറിയിച്ചു, കോടതി അത് സമ്മതിച്ചു. ഇത് ഗൂഢാലോചന നടത്തിയ ആളുകളെ കണ്ടെത്തിയിരിക്കുന്നു, അതും കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ സ്വർണം എവിടെയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഈ സ്വർണം ആരൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതുമൂലം ഇവരെ എത്ര സാമ്പത്തിക നേട്ടം, അതായത് ഈ ഗൂഢാലോചനാ സംഘവും മോഷണ സംഘവും എത്ര സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിഷയമാണ് ഇനി അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഭാരവാഹികളെല്ലാം ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. PS പ്രശാന്തിനെ ഇപ്പം വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് അറസ്റ്റിലേക്ക് പോയേക്കാം. അതിൻ്റെ ഒരു പരിഭ്രമവും വെപ്രാളവും ഒക്കെ PS പ്രശാന്തിന് ഇന്നലെ കണ്ടു തുടങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതല്ല എങ്കിൽ അദ്ദേഹം വീണ്ടും പത്രക്കാരെ കാണുകയും താൻ നിരപരാധിയാണ്, തൻ്റെ കാലഘട്ടത്തിൽ ഇതിലൊന്നും സമ്മതിച്ചിട്ടില്ല, താൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ഈ ദ്വാരപാലക ശില്പപാളികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ദേവസ്വം ഉദ്യോഗസ്ഥരും കൂടെ പോയിരുന്നു. അതായത് ഈ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് സ്വർണം കൊണ്ടുപോകുന്ന സമയത്ത് അത് ദേവസ്വം ഉദ്യോഗസ്ഥരും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങളുമായിട്ടാണ് PS പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ വാജി വാഹനം തന്ത്രിക്ക് നൽകുന്ന സമയത്ത് ഇതിനകത്ത് പ്രതിപക്ഷ നേതാക്കന്മാരും ഉൾപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. പ്രതിപക്ഷ കക്ഷികളിലെ ആളുകളും കൂടി ഈ കേസിന്റെ ഭാഗമായിട്ട് തീരുന്ന ഒരവസ്ഥയുണ്ട്. അതിനെയൊക്കെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇത് കൃത്യമായിട്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ദേവസ്വം ബോർഡ് ഇറക്കിയിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ക്ഷേത്ര വസ്തുക്കൾ ഒരു കാരണവശാലും തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറയുന്നുണ്ട്. ഇത് തന്ത്രിക്കും കൃത്യമായ ധാരണയുണ്ട്. ഇത് തന്ത്രിമാരുടെ യോഗം വിളിച്ച് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നതാണ്. ഏതാണ്ട് 12ഓളം വരുന്ന ക്ഷേത്ര വസ്തുക്കൾ, ആ ക്ഷേത്ര വസ്തുക്കൾ ഒരു കാരണവശാലും തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല, അത് തന്ത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തില്ല. ഇത് കൃത്യമായ ധാരണയുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകണമായിരുന്നു. കാരണം ക്ഷേത്ര വസ്തുക്കൾ തന്ത്രിമാർക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഓർഡർ ഇറക്കിയ ആളുകൾക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തു നിന്നും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചതായിട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓരോ ദിവസവും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ ഇറങ്ങി. പക്ഷെ അതിനിടയിലും നമ്മൾ കാണാതെ പോകരുത്, ഈ അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ മുൻ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുള്ള 2021 മുതൽ 2023 വരെയുള്ള ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഒരു തട്ടിപ്പും വെട്ടിപ്പും ശബരിമലയിൽ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടി CPM-കാർക്ക് പറയാനും സാധിക്കുന്ന ഒരു പേരാണെന്ന് ഈ അഡ്വക്കേറ്റ് കെ അനന്തഗോപന്റെ.
എല്ലാ സഖാക്കന്മാരും കള്ളന്മാരല്ല എന്നിവർക്ക് വിളിച്ചു പറഞ്ഞുകൂടെ? ഇപ്പം ഞാനിപ്പോഴും കരുതുന്നില്ല എ പത്മകുമാറിന് ഇതിനകത്തൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ ഏതൊക്കെയോ വിധേയത്വം മൂലം, അതായത് തന്ത്രിയോടുള്ള വിധേയത്വം മൂലം ഒരുപക്ഷെ പെട്ടുപോയേക്കുന്നതായിരിക്കാം. ഞാൻ കരുതുന്നില്ല UDF-ന്റെയും ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന മെമ്പർമാരോ പ്രസിഡന്റുമാരോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഡയറക്റ്റ് ഈ കേസിൽ ഇൻവോൾവ്ഡ് ആണെന്ന്. പക്ഷെ ഇവരൊക്കെ പെട്ടുപോയിട്ടുണ്ടാകാം. അത് ഈ തന്ത്രിയോടുള്ളൊരു വിധേയത്വം കൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചനയാണിത്. ഈ തന്ത്രിയാണ് ഈ പറഞ്ഞ ഗോവർദ്ധനെയും അതോടൊപ്പം തന്നെ ഭണ്ഡാരിയും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് എവിടെയൊക്കെയാണോ ഇത് വിറ്റിട്ടുള്ളത്, ഇതൊക്കെ തന്ത്രിയുടെ അറിവോടുകൂടിയായിട്ടായിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2021 മുതൽ 2023 വരെയുള്ളൊരു കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ശബരിമലയിൽ നിന്ന് ഒരു ചെറിയ കടുകുമണി പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവിൻ്റെ നന്മയെ നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ ദേവസ്വം ബോർഡിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരുപാട് ആളുകളുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഇങ്ങനെയും ഒരു സഖാവ് ശബരിമല അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു. ഒരാരോപണമെങ്കിലും അഡ്വക്കേറ്റ് കെ അനന്തഗോപനെതിരെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചോ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തെങ്കിലും ഒരു ചെറിയ കച്ചിത്തുരുമ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തില്ലായിരുന്നോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ 2021 മുതൽ 2023 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശബരിമലയുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പാർട്ടിയെ കോർണർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ കോർണർ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ ഗവൺമെന്റിനെ അനുകൂലമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെയുള്ളൊരു ചില വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻസിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും മുകളിലേക്കൊരു ആരോപണം പോകും, എല്ലാ സഖാക്കന്മാരും കള്ളന്മാരാണ്, ശബരിമല കള്ളന്മാരാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു പാട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു നറേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ, അതിന് അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണമോഷണത്തെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സഖാവും 2021 മുതൽ 2023 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ അറിയേണ്ടതല്ലേ? ജനങ്ങൾ അറിയേണ്ടത് തന്നെയാണല്ലോ. ഇതും ചർച്ചയാക്കണമല്ലോ. കാരണം അതല്ല എങ്കിൽ എല്ലാ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും കള്ളന്മാരാവണം നിർബന്ധമില്ലല്ലോ. ഇപ്പോൾ UDF-ന്റെ കാലഘട്ടത്തിൽ വാജികി വാഹനം തന്ത്രിക്ക് കൈമാറുന്ന സമയത്ത് അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതുമല്ല. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരോടുള്ളൊരു വിധേയത്വം. കാരണം ഒരു തന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എ പത്മകുമാറിന്റെ വാക്കുകളെ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ദൈവതുല്യം തന്നെയാണെന്നേ, ദൈവതുല്യം തന്നെയാണ്. അതായത് ക്രിസ്ത്യാനികൾക്ക് മാർപ്പാപ്പ എങ്ങനെയാണോ, അതല്ല എങ്കിൽ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിയാർമാർ എങ്ങനെയാണോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. അത്രയും ദൈവതുല്യരായിട്ട് കാണുന്ന തങ്ങളുടെ മതത്തിലെ, പ്രത്യേകിച്ച് ശബരിമലയുടെ തന്ത്രിയായിട്ടിരിക്കുന്ന ഒരാള് ശബരിമലയിൽ ഇതുപോലൊരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കും എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ഈ തന്ത്രി 2ാമത്തെ കേസിലും അറസ്റ്റ് ചെയ്യപ്പെട്ടുവല്ലോ. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി സാധിക്കുമോ? കാരണം തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ രാഹുൽ ഈശ്വരൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ, ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഒരു അക്ഷരമെങ്കിലും രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ കണ്ഠരര് രാജീവരെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന് കാരണം എന്താണ്? സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. BJP സംസ്ഥാന വ്യാപകമായിട്ട് സമരം പ്രഖ്യാപിച്ചിരുന്നല്ലോ. എന്താണ് അതിൽ നിന്ന് പിന്മാറാൻ കാരണം? ഈ പറഞ്ഞ തന്ത്രി കള്ളനാണ് എന്നുള്ള കാര്യം BJP നേതാക്കന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇതിനകത്ത് തന്ത്രിയാണ് കള്ളൻ, വേറെ ആരുമല്ല കള്ളൻ എന്ന് പറഞ്ഞത് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറാണ്. അപ്പോൾ അതല്ലായിരുന്നുവെങ്കിൽ BJP ഇവിടെ സമരം ആരംഭിക്കത്തില്ലായിരുന്നോ? ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയവുമായിട്ട് BJP ഈ നാട്ടിലുണ്ടാക്കിയ കലഹം നമുക്കറിയാവുന്നതല്ലേ. BJP മാത്രമല്ല എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടായത് ആർക്കാണ്? UDF-നാണ്. അത് കഴിഞ്ഞിട്ട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും നേടാനായിട്ട് UDF-ന് സാധിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളിതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശബരിമല സ്വർണ്ണമോഷണ കേസിനെ ഒരു കാരണവശാലും ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അത് കൂടാതെ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ആരൊക്കെയാണ് കുറ്റക്കാരെങ്കിലും അവരെയൊക്കെ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു ഇടതുപക്ഷ സർക്കാരിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് പ്രതിപക്ഷവും ചെയ്യേണ്ടത് അങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ഒരു ഇടപെടലുകൾ നടത്താതെ വളരെ കൃത്യമായി സുതാര്യമായി അന്വേഷണം മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണെന്ന് അസ്വസ്ഥതപ്പെടുന്നത്?
കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിന്റെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പേര് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തിനാണ് പ്രതിപക്ഷത്തിൽ ഇങ്ങനെ അസ്വസ്ഥമാകുന്നത്? അവർക്കൊന്നും ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അവരെ ഒന്ന് ചോദ്യം ചെയ്തു എന്ന് കരുതി, അല്ലെങ്കിൽ അവരുടെ മൊഴി എടുത്തു എന്ന് കരുതി എന്താണ് പ്രശ്നമുള്ളത്? ഒരു കുഴപ്പവുമില്ലല്ലോ. അതിന് തടസ്സം നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ശബരിമലയിലെ സ്വർണ്ണമോഷണത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക അല്ല വേണ്ടത്. ശബരിമല എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു അഭിമാനമാണ്, ഒരു പുണ്യഭൂമിയാണ്. ആ പുണ്യഭൂമിയെ ഇല്ലാതാക്കാൻ, അപഹരിക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള പെരുങ്കള്ളന്മാർ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്, അവരെ കൽത്തുറുങ്കിൽ അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടുള്ള നീതിമാന്മാരായിട്ടുള്ള എല്ലാ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും, പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് കെ അനന്തഗോപനെ പോലുള്ള ആളുകൾ ഇവിടെ ആദരിക്കപ്പെടേണ്ടതായിട്ടുമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകളെയൊന്നും അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരും നിൽക്കേണ്ടതില്ല എന്നുമാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്.